കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആശാപ്രവർത്തകരുടെ സമരം ചരിത്ര വിജയമെന്ന മാത്യു കുഴൽനാടൻ MLA. KHWA ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ കോതമംഗലം മേഖലാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളം മഴയും വെയിലും സഹിച്ച് ആശാപ്രവർത്തകർ നടത്തിയ ഐതിഹാസിക സമരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണീരും തിരിച്ചറിഞ്ഞത് UDF നേതൃത്വമാണെന്നും അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനം കൈക്കൊണ്ടതെന്നും MLA പറഞ്ഞു. നടത്തിയ സമരം നിങ്ങളൊരു പക്ഷേ അതിനെ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയാം. ഞങ്ങളൊക്കെ കഴിഞ്ഞ 10-25 വർഷക്കാലമായി പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും യുവജന പ്രക്ഷോഭങ്ങളിലും ഒക്കെ പങ്കാളികളായി കടന്നുകൊണ്ടിട്ടുള്ളവരാണ്. വലിയ സമരങ്ങളും വലിയ തീവ്രമായ പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആശാ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ആശാ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെതായ ഒരു വളർന്നിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെതായ ഒരു പരിമിതികളും ദൗർബല്യവും ഒക്കെ ഉണ്ട്. ആശമാരെ സംഘടിപ്പിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു വന്നപ്പോൾ അധികാരത്തിലിരുന്ന സർക്കാർ അധികാരം കൈയാളുന്നവരെല്ലാവരും ചേർന്ന് അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു സമരമാണ്. അത് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോറും അതിന് ശക്തി ഉണ്ടായി. അതിന് കാരണമെന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രതിലോമ സാഹചര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ അതിനെ വെല്ലുവിളിച്ച് നിൽക്കാൻ നേതൃത്വം കാണിച്ച ഒരു കരുത്താണ്. ഒരുപാട് വട്ടം വേട്ടയാടുന്നത് പോലെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അത് ഒറ്റപ്പെടുത്തുന്നത് പോലുള്ള ശ്രമങ്ങളുണ്ടായപ്പോഴും ധീരോദാത്തമായ നേതൃത്വമാണ് അതിന് നേതൃത്വം നൽകിയത്. തീർച്ചയായും അതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് എളുപ്പമല്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനി മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങളുടെ പൾസ് എന്താണെന്ന്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ജനപ്രതിനിധികൾ വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന സഭകളിൽ, നിയമനിർമ്മാണ സഭകളിലും വരികയുള്ളൂ. ഏതായാലും 233 രൂപ കൈപ്പറ്റുന്ന സ്ത്രീകളെ, സാധാരണക്കാരായ സ്ത്രീകളെ, ദരിദ്രരായ സ്ത്രീകളെ, ബഹുഭൂരിപക്ഷവും വാടക വീടുകളിൽ കഴിയുന്ന വിധവകളായ പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കാൻ നിർബന്ധിതരായ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പലയിടത്തും വയ്യാത്ത മക്കളുണ്ട്. അവരുടെ എല്ലാ ജീവിത പ്രയാസങ്ങളും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകൾ കേരളത്തിൽ 26,125 പേര് ഉണ്ടായിട്ടും മാറി മാറി സർക്കാരുകൾ വന്നിട്ടും പരിഗണിക്കപ്പെടാതെയും അവഗണിക്കപ്പെട്ടുമൊക്കെ പോകുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു യൂണിയൻ ആരംഭിച്ചത്. അതൊരു സ്വതന്ത്ര യൂണിയനായിരുന്നു. കാരണം നിലവിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ യൂണിയനുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ചത് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ന്യായമായ കാര്യങ്ങൾ ചോദിക്കുവാൻ ഈ യൂണിയന്റെ രാഷ്ട്രീയ ചായ്വിൽ തടസ്സമാകരുതെന്നുള്ളതുകൊണ്ടാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ, ബ്ലോക്ക് മെമ്പർ റാണിക്കുട്ടി ജോർജ്, PSA ലത്തീഫ്, PK ചന്ദ്രശേഖരൻ നായർ, PC ജോർജ്, സീനത്ത് അസീസ്, അബ്ദുൽ റസാഖ്, അബ്ദുൽ സമദ്, വിജി മനോജ്, KK ശോഭ, റെജി വർഗീസ്, രേഖ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.